ഹലോ ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് 1700കളുടെ അവസാനത്തിൽ, അതായത് ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ, പബ്ലിക് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകളെ പൊതുജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് ഗിയോറ്റിൻ എന്ന് പറയുന്ന പ്രത്യേകതരം മെഷീൻ ഉപയോഗിച്ചിട്ട് തല വെട്ടിക്കൊണ്ട് ശിക്ഷ നടപ്പാക്കുക. ഫ്രാൻസിലെ ടൂൾസ് എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലത്താണ് ഞാനുള്ളത്. കുറ്റവാളികളെ കൈകളിലും കാലുകളിലും ഒക്കെ വിലങ്ങുകളൊക്കെ വെച്ചിട്ട് അവരെ ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്ന ഒരു ടണലാണ് കേട്ടത്. ഏകദേശം ഒരു 50 മീറ്ററോളം ഉണ്ട്. അധികം ഹൈറ്റും അതുപോലെ തന്നെ വീതിയൊക്കെ കുറവാണ്. നമുക്കറിയാം, ഫ്രഞ്ച് റവല്യൂഷന് മുൻപ് ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു. അതുപോലെ തന്നെ പള്ളിയും പട്ടക്കാരും അതുപോലെ തന്നെ ഈ രാജാവും പരിപാടികളൊക്കെ ആയിരുന്നു. ഫ്രഞ്ച് റവല്യൂഷന് മുൻപും ഫ്രാൻസിൽ പബ്ലിക്കായിട്ട് ശിക്ഷ നടപ്പാക്കിയിരുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അതെല്ലാം ഈ എന്താ പറയുക, ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ അണ്ടറിലായിരുന്നു വന്നിരുന്നത്. ഉയർന്ന പൊസിഷനിലുണ്ടായിരുന്ന ആൾക്ക് വാളുകൊണ്ട് തലവെട്ടലും പിന്നെ ബാക്കിയുള്ളവരെ തൂക്കിക്കൊല്ലലും കുരിശിലടിക്കലും അങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു ഒക്കെയായിട്ട് പറയുന്നത്. പിന്നെ ആഫ്റ്റർ ഫ്രഞ്ച് റവല്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ ഗിയോറ്റിൻ എന്ന് പറയുന്ന ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തിരുന്നത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ശിക്ഷ എന്നൊരു ഐഡിയ ആയിരിക്കാം. 1790 മുതൽ ഏകദേശം 200 വർഷത്തോളം ഈ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രാൻസിൽ. 1977 കൂടി ഈ പരിപാടി നിർത്തലാക്കുകയും അതുപോലെ തന്നെ 1981 കൂടി ഫ്രാൻസിൽ ഈ ഡെത്ത് പെനാൽറ്റി അബോളിഷ് ചെയ്യാനിട്ടുണ്ടായത്. പിന്നെ ഈ ടണലിന്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ മാതിരി അങ്ങാടിയിൽ ആടിറങ്ങിയ മാതിരി നടന്ന് മൂത്രമൊഴിക്കുന്ന ആൾക്കാർ പടിയിട്ട് കിട്ടുമോ, ഭയങ്കര സ്മെല്ലാണ്.